നമുക്ക് ചുറ്റും ഒരു പ്രകാശവലയം ഉണ്ട്. ഓറ എന്നാണ് അതിനെ പറയുക. ഭൂമിയിൽ കാണുന്ന എല്ലാത്തിനും പ്രകാശവലയമുണ്ട്. 3 ഡയമെൻഷനിൽ കാണുന്ന ഏതിനും, വൃക്ഷത്തിനും, ചെടികൾക്കും, വീട്ടിൽ വെച്ച പാത്രങ്ങൾക്കും, മേശയ്ക്കും, കസേരയ്ക്കും ഒക്കെ പ്രകാശവലയമുണ്ട്. ചേതന വസ്തുക്കൾക്ക് മാത്രമല്ല, അചേതന വസ്തുക്കൾക്കും ഉണ്ട്. പക്ഷെ അചേതന വസ്തുക്കളുടെ പൊതുവെ മങ്ങിയ രീതിയിലായതുകൊണ്ട് ചേതന വസ്തുക്കളിൽ അത് കുറച്ചും കൂടി സജീവം ആണ്. പ്രകാശവലയം എന്നുള്ള വാക്ക് ഓറയെക്കുറിച്ച് ധാരാളം പഠനം നടത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ധാരാളം ഗുരുക്കന്മാരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഓറ കണ്ടിട്ട് ഒരാളെ കുറിച്ച്, അയാളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് പറയാനും കഴിയും. അത് പ്രകാശമല്ല, പക്ഷെ നമുക്ക് പ്രകാശം എന്നല്ലാതെ എങ്ങനെയാ പറയുക? പണ്ടത്തെ ശിവകാശി കലണ്ടറിലൊക്കെ ദേവതകളുടെ രൂപം കാണുമ്പോൾ ചുറ്റും ഒരു പ്രകാശം കാണും. ആ പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലൈറ്റ് അല്ല. പക്ഷെ പറയാൻ വാക്കുകൾ വേറെ ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് എന്ന് പറയണു. ഈ ഓറയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ജീവിതത്തിൽ. അതിനെ പല പേരും വിളിച്ചു. മഹാഭാരതത്തിൽ ഓരോ വ്യക്തിയുടെയും ഓറയാണ് കൃഷ്ണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. അപ്പൊ ഓറ എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ഈ പ്രകാശവലയത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞാലോ, പാഞ്ചാലി എന്ന് പറഞ്ഞാലോ, ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാലോ വേറെ അർത്ഥമുണ്ട്. ഇതായിട്ട് ബന്ധിക്കണം, എന്തെങ്കിലും പറയല്ല. വിഷയപ്പതല്ല. ഈ കൃഷ്ണനാണ് മഹാഭാരത കഥ കൊണ്ടുപോയത്. കൃഷ്ണൻ ആരുടെ കൂടെ നിന്നോ അവരെ വിജയിച്ചിട്ടുള്ളൂ. അർജുനനോട് പറഞ്ഞു, അർജുന, നീ ആരെയും കൊല്ലുന്നില്ല. നീ കൊല്ലുന്നതിന് മുമ്പേ ഞാൻ അവരെ കൊന്നുവെച്ചിരിക്കുന്നു. എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കും. ഇതാണ് കൃഷ്ണൻ. എല്ലാത്തിനെയും ആകർഷിക്കുന്ന നിറമാണ് കറുപ്പ്. ഈ രീതിയിൽ മഹാഭാരത കഥ ശരിക്കും നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഒക്കെ ചെയ്തത് കൃഷ്ണൻ. ഈ കുസൃതി ഒപ്പിച്ചത് കൃഷ്ണൻ. എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയത് കൃഷ്ണൻ. കൃഷ്ണൻ അല്ലാതെ ഒന്നുമില്ല. എന്നിട്ട് അർജുനൻ യുദ്ധം ജയിച്ചു. പാണ്ഡവരും കൗരവന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ആ യുദ്ധം തുടങ്ങിയിട്ട് പാണ്ഡവന്മാർ ജയിച്ചു. നമ്മൾ എപ്പോഴും കഥ പറയുമ്പോൾ ആ പാണ്ഡവന്മാരെ ജയിപ്പിച്ച ആളാണ് കൃഷ്ണൻ. എവിടൊക്കെ എത്തിയിട്ടുണ്ട്, എന്തെല്ലാം കളികൾ നടത്തിയിട്ടുണ്ട്. കള്ളകൃഷ്ണൻ എന്ന് വിളിക്കും. കൃഷ്ണൻ തന്നെ പറഞ്ഞു, വിളിച്ചോളൂ. നിങ്ങൾ എന്നെ കള്ളൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കള്ളകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മാനനഷ്ട കേസൊന്നും കൊടുക്കില്ല. കാരണം കള്ളകൃഷ്ണനാണ്. ഭീഷ്മാചാര്യരൊക്കെ വലിയ ആളുണ്ട്. കൃഷ്ണന്റെ ഭക്തനാണ്. ഭീഷ്മരാരാണ് ആള് എന്ന് ആലോചിക്കണം. ആ ഭീഷ്മരുടെ മുമ്പിൽ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പയ്യൻ അല്ലേ. കൃഷ്ണ, നിന്റെ കളികൾ വല്ലാത്ത കളികളാണ് ഭീഷ്മർ പറയാ. ഭീഷ്മരൊരു പ്രതിജ്ഞ ചെയ്താല് ആ പ്രതിജ്ഞ ലംഘിക്കാൻ പറ്റുകയില്ല. ഇതാണ് ഭീഷ്മർ.
പാണ്ഡവരെ മുഴുവൻ ഞാൻ നിലംപരിശാക്കും. ഭീഷ്മാചാര്യർ ശപഥം ചെയ്തു. ഭീഷ്മര് ശപഥം ചെയ്താൽ അതിന്റെ അപ്പുറം ഇല്ല. ഇത് കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണന് ഭീഷ്മ ശപഥത്തിന്റെ മുകളിലേക്ക് പോകാൻ കൃഷ്ണന് പറ്റില്ല. അതാണ് കൃഷ്ണൻ എന്ന കോസ്മിക് പവർ എന്നോ യൂണിവേഴ്സൽ പവർ എന്നോ എന്ത് പറഞ്ഞോളൂ. കൃഷ്ണൻ പറയാണ് സംഗതി കുടുങ്ങിയല്ലോ, ഭീഷ്മാചാര്യരുടെ ശബ്ദമാണ്, എന്താ പറ്റില്ല, വഴി ഉണ്ടാക്കാം. പാഞ്ചാലി വിളിച്ചു. പാഞ്ചാലി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമാകുന്നു എന്ന അഭിമാനത്തെയാണ് പാഞ്ചാലി എന്ന് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാ പി ആർ നാഥൻ. പി ആർ നാഥനല്ലോ സംസാരിക്കുന്നത്. എന്നിലെ ശരീരമല്ലേ നിങ്ങൾ കണ്ടത്, അതാണ് ധർമ്മപുത്രർ. ശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ജീവൻ എന്ന് പറയുന്നത്, അതല്ലേ ഭീമൻ. എന്റെ മനസ്സിൽ നിന്ന് എടുത്തല്ലേ പറയുന്ന അർജുനൻ, ഡാറ്റ കളക്ഷൻ നകുലൻ, സഹദേവൻ. ഈ 5 പേര് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പി ആർ നാഥൻ എന്ന് പറഞ്ഞാൽ ഇത് പി ആർ നാഥനാണ് എന്ന അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ശരീരാഭിമാനമാണ് പാഞ്ചാലി. ഇതുകൊണ്ടാണ് പാഞ്ചാലിയാണ് അവമാനിച്ചത്. പി ആർ നാഥൻ ഇപ്പൊ പറഞ്ഞ അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ചീത്ത പറഞ്ഞ ആരെയാണ്? ഞാൻ ഇന്ന ആളാകുന്നു എന്ന ശരീരം എന്ന അഭിമാനത്തെയാണ്. വളരെ സൂക്ഷ്മമായ അർത്ഥതലങ്ങൾ ഇനിയും ഉണ്ട്. ഇതിപ്പോ ഭീഷ്മരിലേക്ക് വരാം. ഭീഷ്മര് കിടക്കുന്നു, വാർദ്ധക്യം പ്രായമൊക്കെ അറിയാലോ, ക്ഷീണാവസ്ഥയിൽ കിടക്കുകയാണ്. പാഞ്ചാലിയെ കൊണ്ട് കൃഷ്ണൻ വിളിച്ചു, കൂടെ വരാൻ പറഞ്ഞു. ഭീഷ്മരുടെ താമസൗകര്യത്തിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ അവിടെ പോയിട്ട് ആ പാദം തൊട്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുമെന്നു. അപ്പൊ സാധാരണഗതിയിൽ ചെരുപ്പ് ഒരു പ്രശ്നമാണ്. ചെരുപ്പ് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ഈ ചെരുപ്പ് ഇവിടെ വെക്കുക എന്ന് പറഞ്ഞോടത്തിൽ നമ്മൾ ചെരുപ്പ് വെച്ച് പോയി വരുമ്പോഴും ചെരുപ്പ് കാണാത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട്. ആരെങ്കിലും കൊണ്ടുപോയി എന്നുള്ളതൊന്നുമല്ല, ധാരാളം ചെരുപ്പ് കൂടി കിടക്കുമ്പോൾ നമ്മുടെ ചെരുപ്പാണെന്ന് വിചാരിച്ചിട്ട് ചെരുപ്പ് മാറി കാലിലിട്ടിട്ട് പോകും. ഒരേമാതിരിയല്ലേ ചെരുപ്പുണ്ടാക്കുക. ചെരുപ്പ് ഇടാതെ പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അനവധി പേരുടെ പാദസ്പർശമേറ്റ സ്ഥലമാണ്. അവിടെ നമ്മൾ ചെരുപ്പിടരുത്. പുണ്യാത്മാക്കളെ കാണാൻ പോകുമ്പോഴും ചെരുപ്പ് ധരിക്കരുത്. അവര് പുണ്യാത്മാക്കളാ, അവരുടെ പാദം സ്പർശിച്ച സ്ഥലമാണ്. അപ്പൊ ചെരുപ്പിട്ടാൽ അബദ്ധം വെച്ചാൽ വിചാരിച്ച ഗുണം കിട്ടില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെ പുണ്യാത്മാക്കളുണ്ടോ എന്ന് ചോദിക്കണ്ട. വീടിന്റെ അകത്തും ചെരുപ്പിട്ടിട്ടാണ് നടക്കുക. മാർബിൾ ചവിട്ടി നടന്നാൽ വാദം വരും. നിർഭാഗ്യവശാൽ വീട്ടിൽ മാർബിളും ടൈൽസൊക്കെ ആയി. അപ്പൊ പിന്നെ ചെരുപ്പിടുകയാണ് അകത്ത് നല്ലത്. ഇവിടെ സാധാരണഗതിയിൽ ആ ചെരുപ്പ് ഇങ്ങോട്ട് തരുമോ എന്ന് പറഞ്ഞൊരു കൃഷ്ണൻ പോയിട്ട് അനുഗ്രഹം തേടി വരും. ഭീഷ്മര് അനുഗ്രഹിച്ചു. ദീർഘ സുമംഗലി ഭവ. ആരാ നോക്കിയിട്ടില്ല ഭീഷ്മര്. വന്നിരിക്കുന്നത് പാഞ്ചാലിയാണോ ഒന്നും ആലോചിച്ചിട്ടില്ല. പാഞ്ചാലി ആളാ വന്ന കാര്യമോ പാഞ്ചാലിയുടെ ഭർത്താക്കന്മാർക്കാണ് അനുഗ്രഹം കിട്ടിയത് ഒന്നും ആലോചിച്ചിട്ടില്ല. ദീർഘ സുമംഗലി ഭവാന്ന് ഏത് സ്ത്രീയും അനുഗ്രഹിക്കാം. അതിന്റെ ഗുണം കിട്ടി. പാഞ്ചാലി സുമംഗലിയായി
വരുമ്പോ ഭീഷ്മര് എണീറ്റു. ആ പാഞ്ചാലിയാണ് പിന്നെ മനസ്സിലായത്. കൃഷ്ണനെ കണ്ടു. കൃഷ്ണന്റെ 2 ചെരുപ്പും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇത്രയും വലിയൊരാള് പാഞ്ചാലിയുടെ ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുകയാണ്. എന്താ കൃഷ്ണ ഈ ചെരുപ്പും പിടിച്ചിട്ട് അവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ബലിതാണ്. അല്ല, ഈ ചെരുപ്പിന്റെ ശബ്ദം ഉണ്ടെങ്കിൽ അങ്ങക്ക് അസ്വസ്ഥത ഉണ്ടാവും, അങ്ങ് അഥവാ മയക്കട്ടയാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെരുപ്പിട്ട് പോണ്ട, ചെരുപ്പ് ഞാൻ പിടിച്ചോളാം. ആ ചെരുപ്പിന്റെ ശബ്ദേ ഈ പാരവെപ്പ് കഴിഞ്ഞിട്ട് അവസാനം ഒരു പ്രശംസ. ഭീഷ്മാചാര്യ അതിൽ കുടുങ്ങി. ചെരുപ്പിന്റെ ഒരു ശബ്ദം അങ്ങക്ക് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനിത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ വിനയം, തന്ത്രം. നമ്മുടെ ജീവിതം ഇതാണ്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു.